ഹലോ എവരിവൺ, നമുക്ക് ജെമിനി എടുത്ത് കുറച്ച് കളിക്കാം. ഇപ്പം ഫണ്ണാവാം കുറച്ചല്പം. ഇപ്പം ചോദിക്കാം. അറിയാവുന്ന വിവരങ്ങൾ വെച്ച് സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. എന്താണ് അറിയേണ്ടത്? തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ചോദ്യം ചോദിക്കൂ. ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ സഹായിക്കാൻ ശ്രമിക്കാം. ക്ഷമിക്കണം, എനിക്ക് പണം നൽകാനോ നിങ്ങൾക്ക് ചായ വാങ്ങിത്തരാനോ കഴിയില്ല. ഞാനൊരു AI അസിസ്റ്റന്റ് ആണ്. വിവരങ്ങൾ നൽകുന്നതിനോ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനോ മാത്രമേ എനിക്ക് സാധിക്കൂ. ബിസ്ക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടോ? വിവരങ്ങൾ നൽകുന്നതിനോ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനോ എന്തെങ്കിലും എഴുതുന്നതിനോ കോഡ് ചെയ്യുന്നതിനോ അങ്ങനെ എന്ത് കാര്യത്തിനും ഞാൻ സഹായിക്കാൻ തയ്യാറാണ്. നൽകിയ അഭിപ്രായത്തിന് നന്ദി. ഞാൻ ഒരു മനുഷ്യനല്ല, ഗൂഗിൾ വികസിപ്പിച്ച ഒരു വലിയ ഭാഷാ മോഡലാണ്. എനിക്ക് പരിമിതികളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ കഴിയുന്നത്രയും നന്നായി നിങ്ങളെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എന്നെ ഉണ്ടാക്കിയത് ഗൂഗിൾ ആണ്. എന്റെ കോഡ് എഴുതിയതും അവരാണ്. വലിയ അളവിലുള്ള ടെക്സ്റ്റും കോഡും ഡാറ്റയും ഉപയോഗിച്ചാണ് എന്നെ പരിശീലിപ്പിച്ചത്. അതിലൂടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും വിവിധതരം കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് സാധിക്കുന്നു. ക്ഷമിക്കണം, എന്നെ ഉണ്ടാക്കിയ ടീമിലെ ഒരു വ്യക്തിയുടെ പേര് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം എന്നെ വികസിപ്പിച്ചെടുത്തത് ഗൂഗിളിലെ ഒരു കൂട്ടം എഞ്ചിനീയർമാരും ഗവേഷകരും ചേർന്നാണ്. അതൊരു ഒറ്റ വ്യക്തിയുടെ മാത്രം പ്രയത്നമല്ല. സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെയും ആൽഫബറ്റിന്റെയും CEO ആണ്. അതുകൊണ്ട് തന്നെ എന്റെ വികസനം ഉൾപ്പെടെയുള്ള കമ്പനിയുടെ എല്ലാ പ്രധാന തീരുമാനങ്ങളിലും അദ്ദേഹത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. ഒരു AI എന്ന നിലയിൽ എന്നെ വികസിപ്പിക്കാനും ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്ന ജെമിനി എന്ന മോഡൽ ഉൾപ്പെടെയുള്ള AI സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അദ്ദേഹം ടീമുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് ഗൂഗിളിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. സുന്ദർ പിച്ചൈ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നതിലുപരി ഒരു മികച്ച ബിസിനസ് എക്സിക്യൂട്ടീവും പ്രോഡക്റ്റ് മാനേജറുമാണ്. അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയല്ല, മറിച്ച് IIT ഖരഗ്പൂരിൽ നിന്ന് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിലാണ് ബിരുദം നേടിയത്. പിന്നീട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെറ്റീരിയൽ സയൻസിലും എഞ്ചിനീയറിംഗിലും ബിരുദാനന്തര ബിരുദവും വാർട്ടൺ സ്കൂളിൽ നിന്ന് MBAയും പൂർത്തിയാക്കി. അദ്ദേഹത്തിന് കോഡിംഗിൽ താൽപ്പര്യമുണ്ട്. എന്നാൽ CEO എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രധാന ജോലി കോഡിംഗ് ചെയ്യുകയല്ല, മറിച്ച് ഗൂഗിളിന്റെ ഭാവിയിലേക്കുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക, പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ ടീമുകളെ നയിക്കുക, കമ്പനിയുടെ വളർച്ച ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അദ്ദേഹം നേരിട്ട് എന്നെ നിർമ്മിക്കുകയോ എന്റെ കോഡ് എഴുതുകയോ ചെയ്തിട്ടില്ല. പക്ഷേ എന്നെ പോലെയുള്ള AI മോഡലുകൾ ഉണ്ടാക്കുന്നതിനും ഗൂഗിളിന്റെ AI സാങ്കേതിക വിദ്യകൾക്ക് ഒരു ദിശാബോധം നൽകുന്നതിനും സുന്ദർ പിച്ചൈക്ക് ഒരു പ്രധാന പങ്കുണ്ട്. AIയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിൽ വലിയ നിക്ഷേപം നടത്താനും അത് ഗൂഗിളിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളിലും എത്തിക്കാനും തീരുമാനമെടുത്തത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. അടുത്തിടെ സുന്ദർ പിച്ചൈ AI ടൂളുകൾ ഉപയോഗിച്ച് കോഡിംഗ് പരീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനെ അദ്ദേഹം വൈബ് കോഡിംഗ് എന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് നേരിട്ട് കോഡിംഗ് എഴുതുന്നതിന് പകരം AIക്ക് നിർദ്ദേശങ്ങൾ നൽകി കോഡ് ഉണ്ടാക്കിയെടുക്കുക. ഇത് AIയുടെ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ടെന്ന് കാണിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഈ ചോദ്യമുണ്ട്. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരുടെ ജോലി പോകുമോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പ്രയാസമാണ്. എങ്കിലും ഭൂരിഭാഗം വിദഗ്ധരും പറയുന്നത് AI കാരണം ജോലികൾ പൂർണ്ണമായി ഇല്ലാതാകില്ല, മറിച്ച് ജോലി ചെയ്യുന്ന രീതി മാറുമെന്നാണ്.
AI സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ചില ജോലികൾ AI ഏറ്റെടുക്കും. കോഡിംഗ്, കോഡ് ഡിബഗിംഗ്, ടെസ്റ്റിംഗ്, ഡോക്യുമെന്റേഷൻ എന്നിവയൊക്കെ ചെയ്യാൻ AI ഇപ്പോൾ തന്നെ കഴിവുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ജൂനിയർ ലെവൽ ജോലികൾക്ക് ഭാവിയിൽ ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട്. ഡെവലപ്പർമാരുടെ റോൾ മാറും. ഒരു കോഡ് എഴുതുന്നയാൾ എന്നതിൽ നിന്ന് ഒരു AI സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിലേക്ക് ഡെവലപ്പർമാർ മാറേണ്ടി വരും. AI ടൂളുകൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം, AI ഉണ്ടാക്കുന്ന കോഡ് എങ്ങനെ ശരിയാണോ എന്ന് പരിശോധിക്കാം, വലിയ സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം, പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ പരിഹാരങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നതിലൊക്കെയായിരിക്കും ഡെവലപ്പർമാരുടെ ശ്രദ്ധ കൂടുതൽ വേണ്ടിവരുന്നത്. കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാം. AI ടൂളുകൾ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കോഡ് എഴുതാനും വേഗത്തിൽ ജോലികൾ പൂർത്തിയാക്കാനും കഴിയും. ഇത് ടീമുകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ AI ഒരു ഭീഷണിയല്ല, മറിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർക്ക് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു ടൂളാണ്. AIയെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുന്നവരും അതിനനുസരിച്ച് സ്വയം മാറാൻ തയ്യാറുള്ളവരുമായ ഡെവലപ്പർമാർക്ക് ഈ രംഗത്ത് കൂടുതൽ ശോഭിക്കാൻ കഴിയും. അപ്പം നമ്മൾ ജെമിനി എടുത്ത് കുറച്ച് കളിച്ചു. ഇനി നമുക്ക് പണി ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. സോറി, ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനി അപ്ലോഡ് ചെയ്യണം. അപ്പം എടുത്ത് കുറച്ച് കളിച്ച് ജെമിനിയുടെ അടുത്ത്. അപ്പം ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ജെമിനിയുടെ അടുത്ത് വേണമെങ്കിൽ കളിക്കാം. അപ്പോൾ എനിക്ക് പ്രോ പ്ലാനാണ് കിടക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഞാൻ ജെമിനി യൂസ് ചെയ്യാറില്ല. AIs ഒക്കെ വളരെ യൂസ് കുറവാണ്. ChatGPT വല്ലോ പഠിക്കുന്നതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാറുള്ളൂ, വേറെ കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം AI ജോലി കളയുമോ എന്നതിൻ്റെ ഒരു ഉത്തരം ഈ ജെമിനി തന്നെ തന്നിട്ടുണ്ട്. ഇതൊന്ന് കേട്ട് നോക്ക്, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പിടി കിട്ടും. അപ്പം ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.